ഞങ്ങളുടെ പടുതാക്കുളത്തിൽ വാട്ടർ കേബേജ് ഒക്കെ നല്ല നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വെള്ളമുണ്ട്. ഇതിന് മീനൊക്കെ പിടിക്കണമെങ്കിൽ ആദ്യം തന്നെ വാട്ടർ കേബേജ് ഒക്കെ നീക്കണം. എന്നിട്ട് വേണം നമുക്ക് മോട്ടോർ ഉപയോഗിച്ചും അതുപോലെ തന്നെ വാൽവ് തിരിച്ചിട്ടൊക്കെ ഇതിലെ വെള്ളം വറ്റിക്കാനായിട്ട്. അനിയൻ ലീവിന് വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. അപ്പൊ അതിനോട് പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നാളെ മീൻ പിടിക്കണം. നാളെ മീൻ പിടിക്കണമെങ്കിൽ ഇന്ന് തന്നെ കുളത്തിലെ വാട്ടർ കേബേജ് ഒക്കെ നീക്കി വെള്ളം നല്ല രീതിയിൽ കുറച്ചാൽ മാത്രമേ നാളെ മീൻ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. ഞാനും ഇതിനും ചേർന്നാണ് കുളത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ ഇറങ്ങുന്ന ഭാഗം ഇതും ക്ലിയർ ചെയ്യാണ്. പച്ചക്കറിയൊക്കെ ഇപ്പൊ കുറച്ച് ദിവസമായി നനച്ചിട്ട്, പച്ചക്കറിയൊക്കെ നനയ്ക്കുന്ന ഇതിന്റെ വെള്ളം ഉപയോഗിച്ചായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ട് മഴവെള്ളം കൊണ്ട് നിറഞ്ഞിട്ടും പച്ചക്കറി ഇതിൽ നിന്ന് വെള്ളം എടുത്ത് നനയ്ക്കാത്തത് കൊണ്ട് കുളത്തിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്, നല്ല ഹൈറ്റിൽ വെള്ളമുണ്ട്. ഈ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് വേണം മീൻ പിടിക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ കുളത്തിൽ ഇറങ്ങണം. ഇറങ്ങുന്നതിന് വേണ്ടി ആദ്യം ഇവിടെയൊക്കെ നല്ല കാറ്റിനൊക്കെ ചുറ്റിലും മുളയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇലകളൊക്കെ ഇതിന്റെ നെറ്റിൽ വീണിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നീക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. വാട്ടർ കേബേജ് അതിന് മാറ്റാനായിട്ട് നമ്മൾ മീൻ കോരുന്ന ഈ നെറ്റ് തന്നെ ഉപയോഗിക്കുന്നത്. ഈ നെറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വാട്ടർ കേബേജ് നീക്കണം. അപ്പൊ ഇതിന് ഞാനും കുളത്തിൽ ഇറങ്ങുന്നതിന്റെ ഭാഗം ക്ലിയർ ആക്കാം. ഈ സൈഡിലൂടെയാണ് നമ്മൾ കുളത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഒരടിയും കൂടെ വെള്ളം മതി നിറയാനായിട്ട്. ആദ്യ സമയത്തൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തീരെ വെള്ളമില്ലായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ മുന്നേ കാണിച്ച വീഡിയോയിലൊക്കെ. ഇപ്പൊ മാക്സിമം വെള്ളമാണ് കുളത്തിലുണ്ട് ഇറങ്ങിക്കുന്നത്. നമ്മള് കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വഴുതാതെക്കാൻ വേണ്ടി ഇതുപോലെ കയറ് കെട്ടിയിട്ടുണ്ട് പിടിച്ചിറങ്ങാനൊക്കെ ആയിട്ട്. അത്യാവശ്യത്തിന് അരക്കി വെള്ളമുണ്ട്. ഈ കാറിൽ പിടിച്ചാണ് നമ്മള് തൂങ്ങി കുളത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത്ര വെള്ളമുള്ളതുകൊണ്ട് വാട്ടർ കേബേജ് നീക്കാൻ സുഖമാണ്. ഇതിപ്പോ ചെറിയ വാട്ടർ കേബേജ് ആയിട്ടുള്ളൂ, വലുതായിട്ടില്ല. ഈ വെള്ളത്തിൽ കിടന്ന് പെട്ടെന്ന് തന്നെ ഇവരെ കാഷ്ടത്തിന് അമോണിയൊക്കെ കിട്ടി പെട്ടെന്ന് തന്നെ വാട്ടർ കേബേജ് വലുതാവും. ഈ സ്റ്റേജിൽ നമുക്ക് വാരിക്കളയാൻ എളുപ്പമാണ്. അപ്പൊ ആദ്യം തന്നെ ഇതെല്ലാം ഒരു ഭാഗത്തൊക്കെ അടുപ്പിക്കണം. ഫുള്ളായിട്ട് ഫില്ലായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചെറിയ വാട്ടർ കേബേജ് ആയിരുന്നു, പിന്നെ പെട്ടെന്ന് ഒരു വലുതായത്. ഇപ്പം മീനിന് ഓക്സിജൻ മുകളിൽ നിന്ന് ഓക്സിജൻ എടുക്കാനൊക്കെ തിലോപ്പിയാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പം അവയ്ക്ക് ഓക്സിജൻ എടുക്കാൻ മുകളിലോട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടാണ് ഈ വാട്ടർ കേബേജ് നിറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും ഇത് മാറ്റുന്നതിന് കൂടെ മീനും കൂടെ പിടിക്കാന്ന് വിചാരിച്ചു. ഏകദേശം എന്റെയും ഇതിന്റെ അരക്ക് വെള്ളമുണ്ട്. ഇങ്ങനെ വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് വാട്ടർ കേബേജ് നീക്കാൻ എളുപ്പമാണ്. എന്താ വെച്ചാൽ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ എടുത്ത് കൊടുക്കാനും ഇത് വാങ്ങിക്കാനൊക്കെ. ഇപ്പൊ വാങ്ങിക്കാനായിട്ട് 2 റിച്ചുമാരും ഉണ്ട്. പെങ്ങളുടെ മകൻ റിച്ചും ഉണ്ട്, അതിന് നമ്മളെ വീഡിയോയിലൊക്കെ നമ്മൾ സഹായിക്കുന്ന നമ്മുടെ അയൽവാസിയായിട്ടുള്ള റിച്ചും ഉണ്ട്. 2 പേരാണ് നമ്മൾ ഈ കൊടുക്കുന്ന വാട്ടർ കേബേജ് ഒക്കെ വാങ്ങിച്ചിട്ട് കളയുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ റിച്ചു വാട്ടർ കേബേജ് എടുത്ത് മടുത്തിരുന്നു, വലിയ വാട്ടർ കേബേജ് ആയതുകൊണ്ട്. ഇതിപ്പോ വെയിറ്റ് ഉണ്ടാവില്ല അധികം, ചെറിയ വാട്ടർ കേബേജ് ആയതുകൊണ്ട്. വാട്ടർ കേബേജ് പെട്ടെന്ന് പെട്ടെന്ന് വളരും. അമോണിയ കൂടുന്നതനുസരിച്ച് വാട്ടർ കേബേജിന്റെ വളർച്ച പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ വാരുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. മുകളിലൂടെ വലിച്ചാൽ പറയാം. നമ്മൾ ഇതുപോലെ നെറ്റ് ഉപയോഗിച്ച് വലിച്ചു കൂട്ടാണ് വാട്ടർ കേബേജ്. ഇങ്ങനെ ഓരോ സൈഡിലൂടെ അടുപ്പിച്ച് വെക്കണം. വെള്ളത്തിന് തെളിവുണ്ട്. വാട്ടർ കേബേജ് മുകളിലാണെങ്കിലും വെള്ളത്തിന് നല്ല തെളിവാണ്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയ സമയത്തൊന്ന് കലങ്ങി നല്ലത്. വെള്ളത്തിന്റെ അടിഭാഗം നോക്കുമ്പോൾ വെള്ളത്തിന് നല്ല തെളിവാണ്. ഇങ്ങനെ നെറ്റ് ഉപയോഗിക്കുമ്പോൾ കുറെ വാട്ടർ കേബേജ് ഒരേ സമയം നമുക്ക് വാരിയെടുക്കാൻ കഴിയും. ഇത്രയും കയറ്റ്, ഇത് കയറ്റ്, ഇത് മറിച്ചാൽ ഉണ്ടോ? ഇതിൽ തിലോപ്പിയുടെ കുഞ്ഞു ഇതൊക്കെ പെടുന്നുണ്ട്. അപ്പൊ നോക്കിയിട്ട് വേണം ഇനി വാട്ടർ കേബേജ് വാരിയെടുക്കാൻ. നമ്മൾ നെറ്റ് ഉപയോഗിച്ച് പോരുന്നുണ്ട്. തിലോപ്പിയുടെ കുഞ്ഞും ഇതിലിപ്പം വലിയ തിലോപ്പി അതുപോലെ തന്നെ വരാലിന്റെ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട്. 1000-ഓളം വരാലിന്റെ കുഞ്ഞുങ്ങൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. വരാലൊക്കെ ശേഷം വെള്ളത്തിന്റെ മോൾ ഭാഗത്ത് വന്ന് നിൽക്കും. അപ്പം ഞങ്ങൾ ഈ വാട്ടർ കേബേജ് നീക്കിയ ഭാഗത്ത് തിലോപ്പിയുടെ കുഞ്ഞുങ്ങളൊന്ന് ഏറെ എടുക്കുന്നുണ്ട് മോൾ ഭാഗത്ത് നിന്ന്. 2 ദിവസം മുന്നേ 2 വലിയ മീനുകൾ ഇതിൽ ചത്തിരുന്നു. അത് വാട്ടർ കേബേജ് കൂടിയത് കാരണം ഇവർക്ക് തിലോപ്പിയുടെ പ്രശ്നം മുകളിൽ വന്ന് ഏറെ എടുക്കണം. അത് പറ്റാത്തത് കൊണ്ടാണ് ചത്തുപോയത്. അന്ന് നമ്മൾ ഇത് മാറ്റാൻ തീരുമാനിച്ചായിരുന്നു. പിന്നെ അനിയനും ഇവരൊക്കെ വന്നപ്പോൾ നാളെ മീൻ പിടിക്കായതുകൊണ്ട് പെട്ടെന്ന് മാറ്റിയത്. ഇവിടെയൊക്കെ തിലോപ്പികൾ പൊന്നുന്നുണ്ട്. തിലോപ്പിക്ക് മേളിൽ വന്ന് ഏറെ എടുക്കാൻ ഈ വാട്ടർ കേബേജ് അടിഞ്ഞത് കാരണം കഴിയുന്നില്ല. ഞങ്ങൾ നീക്കിയപ്പോഴത്തേക്ക് അവിടെ വന്നിട്ട് തിലോപ്പികൾ പൊന്തുന്നുണ്ട്. വലിയ തിലോപ്പികളൊക്കെ അടിഭാഗത്താണുള്ളത്. ഏകദേശം കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഒക്കെ പൊന്തി കാണുന്നത്. ഞങ്ങൾ വാട്ടർ കേബേജ് ഒഴിവാക്കുന്ന ഭാഗത്തേക്ക് നെറ്റ് ഒന്ന് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് താന്നിട്ടാണ്, നല്ല വെള്ളം ഉള്ളതുകൊണ്ട് നെറ്റ് താന്നാ നിൽക്കുന്നത്. ഇത് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മള് ക്യാബേജ് ഒഴിവാക്കി കൊടുക്കുന്നത്. നമ്മൾ ഈ നെറ്റിന്റെ ഉള്ളിൽ നിന്നും ഇതുപോലെ കൊട്ടയിലാക്കിയാണ് വാരി എടുത്തു കൊടുക്കുന്നത്. അവർക്ക് ഇടാനൊക്കെ എളുപ്പമാണ്. ഇതുപോലെ നമ്മൾ വലയിൽ വലിച്ചു വെച്ച വാട്ടർ കേബേജ് കൊട്ടയിലാക്കിയാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പുറത്ത് കളയാനൊക്കെ എളുപ്പമാണ്. വെള്ളം വലിഞ്ഞും പോകുപോലെ കൊട്ടയിലായതുകൊണ്ട് ഇവർക്ക് വെച്ചു കൊടുക്കണം. നേരെ അപ്പുറ സൈഡിലോട്ട് ഇവര് വേസ്റ്റ് ആയിട്ട് ഇടുകയാണ്. നമ്മൾ ആദ്യം അടുപ്പിച്ചതെല്ലാം ഏകദേശം വാരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ഉള്ളൂ.
ഇനി അടുത്തത് പുതിയതായിട്ട് നെറ്റ് വലിച്ച് കൊണ്ടുവരണം. ഇത് റിച്ച് നേരെ താഴേക്ക് ഇടുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേലും വലുപ്പം കുറവായതുകൊണ്ട് റിച്ചിനൊക്കെ പെട്ടെന്ന് ഇടാൻ കഴിയുന്നുണ്ട്. ഇനി വീണ്ടും പുതിയത് നിതിനെ അവിടുന്ന് വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇവരെ വലിച്ചടിപ്പിക്കണം നമ്മൾ ആദ്യം, എന്നിട്ടാണ് നമ്മൾ നെറ്റിലേക്ക് വാരിയെടുക്കുന്നത്. വഴുക്കുന്നുണ്ട്. അടി ഷീറ്റിൽ നല്ല പായലുള്ളതുകൊണ്ട് വഴുക്കുന്നുണ്ട് അടിഭാഗം. ഇപ്പൊ കുറച്ചായി നമ്മൾ പച്ചക്കറിക്കൊന്നും വെള്ളം ഇതിന്ന് ഉപയോഗിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ നല്ല മഴ കാരണം നനയ്ക്കേണ്ടി വരും. ഇനിയിപ്പോ എന്തായാലും ഇന്ന് മോട്ടോർ ഉപയോഗിച്ചിട്ടും വാൽവ് തിരിച്ച് മൊത്തം വെള്ളം വറ്റിക്കേണ്ടി വരും. ഏകദേശം നമുക്ക് മീനെ പിടിക്കുന്ന ലെവലിൽ വരെ വെള്ളം നിർത്തിയിട്ട് ബാക്കിയുള്ള മുഴുവൻ വെള്ളവും ഇത് വാരിയതിനു ശേഷം വറ്റിക്കണം. ഇത് അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം 2 വലി വലിച്ചപ്പോഴത്തേക്കും കൂടുതലായിട്ട് പോകുന്നുണ്ട്. ഇതിൽ മീൻ കുഞ്ഞുങ്ങളും കൂടെ പെടുന്നതുകൊണ്ടാണ് നമ്മൾ കൊട്ടയിലേക്ക് ആക്കിയിട്ട് ഇതെടുത്ത് കളയുന്നത്. നെറ്റോടെ നമുക്ക് മറിച്ചിട്ട് ചിലപ്പോൾ മീൻ കുഞ്ഞുങ്ങളൊക്കെ അതിൽ പെട്ടുപോകും. കൊട്ടയിലേക്ക് വാരുന്ന സമയത്ത് നിതിന് ഓടി. കാരണം ഇതാണ്, തവളേനെ കിട്ടിയിട്ടുണ്ട്. ഇതിന് തവളനെ ഭയങ്കര പേടിയാണ്. ഈ തവളയെ നമ്മൾ കളയാണ്, ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് താഴേക്ക് കളയാണ്. വീണ്ടും നമുക്കൊരു തവളനെ കിട്ടിയിട്ടുണ്ട്. ഇനി ബിയമോള് വാങ്ങണം. ബിയമോൾക്ക് പേടിയില്ല. പിടിച്ച് കളയണം കേട്ടോ. അതാ കാണിച്ചു കൊടുക്ക്. എണീറ്റ് കാണിച്ചു കൊടുക്ക്. ആ, തവളകളെ നമ്മൾ ഇതിന് ഒഴിവാക്കണം. അങ്ങനെ താക്കിട്ടെ കളേ. നമ്മള് കളയുന്നില്ല. ഏകദേശം ഒരു സൈഡ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ചുകൂടെ വിട്ടുള്ളൂ, അത് വലിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ആ സൈഡിൽ നിന്നാണ്. ഇതും കൂടെ വാരിയതുകൊണ്ട് ആ മൂല മുഴുവൻ കഴിഞ്ഞു. ഇത് നല്ല വളമായിട്ട് ഉപയോഗിക്കാം. വാട്ടർ കേബേജ് നമുക്ക് തെങ്ങിനൊക്കെ തളം തുറന്ന് ഇട്ടുകൊടുക്കാൻ വളരെ നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഈ കൊട്ടയിൽ വാരിയിടുന്ന വാട്ടർ കേബേജ് ഒക്കെ ഇതിന് ചുറ്റും നമ്മള് കുളത്തിന് ചുറ്റും കുള്ളൻകാവുങ്ങിന്റെ തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചുവട്ടിലൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചീഞ്ഞാൽ നല്ല വളമാണ്. കൂട്ടിയിടുന്നത് മൊത്തം നമ്മൾ തെങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ഇതുപോലെ കൊട്ടയിലാക്കി കൊടുക്കുന്നത് നേരിട്ട് തന്നെ തൈകൾക്ക് ഇട്ട് കൊടുക്കാണ്. ഏകദേശം 15ഓളം കുള്ളൻകാവിന്റെ തൈകൾ നമ്മൾ കുളത്തിന് ചുറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ വാട്ടർ കേബേജ് നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സൈഡിൽ മാത്രം കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മള് കുളം നല്ല ക്ലീൻ ആയി നിൽക്കുന്നുണ്ട്. വാട്ടർ കേബേജ് കഴിഞ്ഞപ്പോൾ നല്ല ക്ലീൻ ആയി വരുന്നുണ്ട്. അവിടെയൊക്കെ കുറച്ചുണ്ട്. അതൊക്കെ നമ്മൾ കൈയായിട്ട് പെറുക്കിയെടുക്കണം. നമ്മൾ നെറ്റായിട്ട് കോരിയെ കിട്ടുന്നില്ല. അതിനനുസരിച്ച് മീനുകളും പൊന്തുന്നുണ്ട്. ആ സൈഡിലൊക്കെ ധാരാളം തിലോപ്പികൾ പൊന്തുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം ഇളക്കിയത് കാരണവും പിന്നെ ഇവർക്ക് ഈ വാട്ടർ കേബേജ് മാറിയതിനു ശേഷം മുകളിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് നല്ല തിലോപ്പി പൊന്തുന്നുണ്ട്. മഴയും അതുപോലെ തന്നെ കുറച്ചു ഇരുടായി വന്നിട്ടുണ്ട്. നമ്മൾ വൈകിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നല്ല മഴയാണ്. അപ്പൊ അതുകൊണ്ടാണ് മീനുകളെ കറക്റ്റ് കാണാത്ത. ആ സൈഡിലൊക്കെ ധാരാളം തിലോപ്പികളുണ്ട്. നമ്മൾ കോരുന്ന സമയത്തൊക്കെ 1-2 മീനെ കിട്ടിയിരുന്നു. അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നാളെ പിടിക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടതാ. വിട്ട് നിൽക്കുന്ന വാട്ടർ കേബേജ് ഒക്കെ നിതിൻ കൊട്ടയിട്ട് പോയിട്ട് അതുപോലെ കോരിയെടുക്കുന്നുണ്ട്. ഈ അരുഭാഗത്തുള്ളത് ഞാൻ തട്ടി അവിടെ നീക്കുകയാണ്. ഇതിന് അതുപോലെ കൊട്ടയിട്ട് പോയിട്ട് വാരിയെടുക്കുന്നതുകൊണ്ട് ഏകദേശം ആ മൂലയൊക്കെ ക്ലിയർ ആയി വരുന്നുണ്ട്. മുഴുവൻ വാട്ടർ കേബേജ് നമ്മൾ നീക്കം ചെയ്യുന്നുണ്ട്. ഒന്നുപോലെ ഇതിൽ ബാക്കി വെക്കുന്നില്ല. നമ്മൾ ഏകദേശം വാട്ടർ കേബേജ് ഒക്കെ നീക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം വറ്റിക്കണം. അപ്പൊ നമ്മൾ 1/2 HP മോട്ടർ ഉണ്ട് ഇവിടെ. നമ്മൾ പച്ചക്കറിയൊക്കെ നനയ്ക്കാൻ ഈ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ഈ ഭാഗത്ത് നിന്ന് വെള്ളം വലിപ്പിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സെന്ററിൽ നമ്മൾ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതിന്റെ വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കുളത്തിലെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും വറ്റി കിട്ടും. അപ്പൊ ആ വാൽവ് തിരിക്കണം. അപ്പൊ നമ്മൾ കയറിയിട്ട് വേണം വാൽവ് തിരിച്ചു കൊടുക്കാൻ. നമ്മൾ കുളത്തിന്റെ സെന്റർ ഭാഗത്തായിട്ട് കട്ട് ചെയ്തിട്ട് അടിയിലൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പടുതാക്കുളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് അതുപോലെ പൈപ്പ് ഇടുന്നതാണ്. നമ്മൾ മോട്ടറൊന്നും ഇല്ലെങ്കിൽ പോലും വെള്ളം വറ്റിക്കാൻ കഴിയും. നമ്മൾ കുറച്ചൊക്കെ പച്ചക്കറിക്ക് അമോണിയ കണ്ടന്റ് ഒക്കെ കലങ്ങിയ വെള്ളം ആയതുകൊണ്ട് പച്ചക്കറിക്ക് കുറച്ച് വളമായിക്കോട്ടെ എന്ന് വെച്ചാൽ കുറച്ച് പമ്പ് ചെയ്യുന്നത്. മഴ പെയ്യുന്നുണ്ട്, എന്നാലും ബാക്കി പച്ചക്കറിക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു 2 മണിക്കൂറോളം നമ്മൾ മോട്ടോർ വർക്ക് ചെയ്ച്ച് ബാക്കിയുള്ളത് മുഴുവൻ വാൽവ് തുറന്നു പോകാൻ വറ്റിക്കുന്നത്. നമുക്ക് പിടിക്കാനുള്ള ലെവലിൽ വരെ വെള്ളം നിർത്തും. ഏകദേശം നമ്മൾ കാൽമുട്ടിന്റെ ഒക്കെ ലെവലിൽ വരെ വെള്ളം ആക്കിയിട്ട് നിർത്തണം. അതിൽ താഴ്ത്തി കഴിഞ്ഞാൽ ഇത്രയും മീനുകളിലോണ്ട് ചത്തുപോകും. നമ്മൾ മീൻ പിടിച്ച ഉടനെ തന്നെ വീണ്ടും ഇത് വെള്ളം നിറച്ചു കൊടുക്കണം. അതുകൊണ്ട് ഏകദേശം അത്ര വെള്ളം മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. നമ്മൾ വാൽവ് തുറക്കുന്നത് ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം. ഞാൻ കുളത്തുനിന്ന് കയറിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വാട്ടർ കേബേജ് ഒക്കെ താഴേക്ക് ഇട്ടിട്ടുള്ളത്. ഈ സൈഡിലാണ്. നമ്മൾ പടുന്ന് നിൽക്കുന്നതിന്റെ താഴ്ഭാഗം നല്ല കട്ടിംഗ് ആണ്. നമ്മൾ പുഴയൊക്കെ നിൽക്കുന്ന ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ കട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിയിലൂടെ പൈപ്പ് ഇട്ട് വെള്ളം ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. ഫുള്ളായിട്ട് നേരുന്ന സ്ഥലത്താണെങ്കിൽ വെള്ളം ഒഴിവാക്കാൻ കഴിയില്ല. പടുതയുടെ ഒരു സൈഡ് മൊത്തം കട്ടിംഗ് ആയതുകൊണ്ടാണ് ഞങ്ങൾ പൈപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പൊ പൈപ്പ് കാണിച്ചത് ഇതിന്റെ അടിയിലൂടെയാണ് പൈപ്പ് വരുന്നത്. നമ്മൾ പടുതയുടെ ഒരു സൈഡ് ഭാഗമാണ്.
അപ്പൊ അടിയിലൂടെ തുറന്നിട്ടാണ് നമ്മൾ പൈപ്പ് ഇട്ടിട്ടുള്ളത്. ഇതാണ് നമ്മള് 2 ഇഞ്ച് പൈപ്പാണ് അടിയിലൂടെ കൊടുത്തിട്ടുള്ളത്, ഈ കാണുന്ന പൈപ്പ്. അപ്പൊ ഇത് നമ്മൾ വെള്ളം ഇവിടെ കുത്തി വീണാലൊക്കെ ഇവിടെ തിണ്ടിടിയാതെ വെക്കാനാണ് കുറച്ചുകൂടെ താഴേക്ക് 4 ഇഞ്ച് പൈപ്പ് വെച്ചിട്ടുള്ളത്. ഇത് 2 ഇഞ്ച് പൈപ്പ് നമ്മൾ മണ്ണിന്റെ അടിയിലൂടെ പടുത ഷീറ്റ് കട്ട് ചെയ്ത് അതിൽ കൊടുക്കുന്നതാണ്. ഷീറ്റ് കട്ട് ചെയ്ത് ലീക്ക് വരാതൊക്കെ നമ്മൾ സ്റ്റീലിന്റെ പ്ലേറ്റ് ഒക്കെ വെച്ച് അത്രയും നല്ല കണ്ടീഷനിൽ വെച്ചുകൊണ്ടാണ് ലീക്ക് ഒന്നും കുളത്തിന് വരാത്തത്. അപ്പൊ അതിന് ഇവിടെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വാൽവ്. അപ്പൊ നമ്മൾ പെട്ടെന്നൊക്കെ വെള്ളം ഒഴിവാക്കാനും മോട്ടറൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ചെലവ് ചുരുക്കിയൊക്കെ വെള്ളം ഒഴിവാക്കാൻ. പിന്നെ ഇതിങ്ങനെ വെക്കുമ്പോൾ മുഴുവനായിട്ടും അതുപോലെ കാഷ്ടം മുഴുവനായിട്ടും അതുപോലെ അമോണിയ കഴിഞ്ഞ വെള്ളമായിരിക്കും, നമുക്ക് മുഴുവനായിട്ടും വറ്റി കിട്ടാനൊക്കെ ഇതുപോലെ വാൽവ് സെറ്റ് ചെയ്ത് നമുക്ക് സാധിക്കും. അപ്പൊ അതിന് തുറന്നു നോക്കാം. ഇത് നമ്മളിപ്പോ ഇറങ്ങിയതുകൊണ്ട് കുറച്ച് കരട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ പൈപ്പിന്റെ ഇതൊന്ന് മാറ്റി കൊടുത്താൽ കുറച്ചുകൂടെ ഫോഴ്സിൽ വെള്ളം വരും. ഇത് ഫോഴ്സ് കുറഞ്ഞു വരുന്നത് നമ്മൾ അതിൽ നെറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിതിന് കുളത്തിലുണ്ട്, നിതിന് ആ നെറ്റ് മാറ്റും. നെറ്റ് മാറ്റി കഴിഞ്ഞാൽ നല്ല ഫോഴ്സിൽ വെള്ളം വരും. ആ വെള്ളം കൊണ്ട് വന്നിട്ടില്ല. ഇത് കുറച്ച് തെളിഞ്ഞ വെള്ളം വരുന്നത് നമ്മൾ ശരിക്കും അതിന്റെ ആ നെറ്റ് മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നല്ല കൂടുതലായിട്ട് ഇതിൽ ഫോഴ്സിൽ വെള്ളം വരുള്ളൂ. ചെറിയ മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന നിതിൻ പറഞ്ഞു, കുറെ ചെറിയ മീൻ കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ മുഴുവനായിട്ട് ആ പൈപ്പ് പൊക്കി കഴിഞ്ഞാൽ ഫോഴ്സിൽ വെള്ളം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പോകും. ഇപ്പൊ ഏകദേശം നെറ്റിന്റെ അവിടെ നിതിൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ നല്ല ഫോഴ്സ് വരുന്നുണ്ട്. ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ് ഇപ്പൊ നല്ല ഫോഴ്സ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ കുളത്തിൽ ഇറങ്ങിയതുകൊണ്ട് അതിന്റെ ചണ്ടികളൊക്കെ ഇളകി ആ നെറ്റിലോട്ട് പോയി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശക്തി കുറവ്. ഇപ്പം അവൻ അവിടെ അതൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നതനുസരിച്ച് ഫോഴ്സ് കൂടി വരുന്നുണ്ട്. നല്ല അമോണിയ അടങ്ങിയ വെള്ളമാണ് ഇപ്പൊ അടിഭാഗത്ത് തന്നെ വെള്ളം വരുന്നത്. ഇവിടെ അങ്ങനെ കുത്തി വീഴുന്ന വെള്ളം ഇവിടേക്ക് തിണ്ടി ഇടുന്നതുകൊണ്ട് നമ്മൾ ഈ 4 ഇഞ്ച് പൈപ്പിലേക്ക് വെള്ളം ആക്കും. ഇതിലാക്കിയാൽ ഏകദേശം വെള്ളം താഴെ തന്നെ പോയി വീഴും. നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. നമ്മൾ ഇത് നീക്കിയിട്ടുണ്ട്. നല്ല ഫോഴ്സിൽ പടുതല വെള്ളം വരുന്നുണ്ട്. നമ്മൾ ആ നെറ്റ് മാറ്റിയിട്ടുണ്ട്. നെറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചണ്ടി വരുന്ന അടിയുന്നോണ്ട് പടുതലൊക്കെ കുറെ ഇല വീണിട്ടുണ്ട്. അപ്പൊ ചണ്ടി വന്ന് അടിയുന്നോണ്ട് അത് വെള്ളത്തിന്റെ ഫോഴ്സ് പോവാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ നെറ്റ് വെച്ചിട്ടുണ്ട്. ഒരുവിധം ചെറിയ മീനുകളൊക്കെ ഈ നെറ്റിൽ വന്ന് ലോക്കാവും. അപ്പൊ ഇത് നമ്മൾ 4 ഇഞ്ച് പൈപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. 2 ഇഞ്ച് പൈപ്പിൽ നിന്ന് ഇവിടെ സ്ഥലം ഇടിയുന്നതിന് 4 ഇഞ്ചിലോട്ട് ആക്കി ഇവിടെ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് നമ്മൾ കോൺക്രീറ്റിലൊന്ന് ചാടിച്ചിട്ട് അങ്ങനെ താഴേക്ക് പോവാണ്. ഈ നെറ്റില് മീൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല ചെറിയ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പോകും. പക്ഷെ എന്നാലും തിലോപ്പികളൊക്കെ മോൾ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് അധികമൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. വരാലായാലും തിലോപ്പികളൊക്കെ വെള്ളത്തിന്റെ മോൾ ഭാഗത്ത് നിൽക്കും. നമ്മൾ ഇതുപോലെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ മോട്ടർ ഇടണം. രണ്ടിലും വറ്റിച്ചാൽ മാത്രമേ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമുക്ക് വെള്ളം താഴ്ത്താൻ കഴിയുള്ളൂ. ഏകദേശം ഇരുടായിട്ടുണ്ട്. നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മള് വാട്ടർ ക്യാബേജ് ഒക്കെ നീക്കി വെള്ളം വറ്റിക്കാൻ കുറച്ച് സമയമായിട്ടുണ്ട്. അതിന് വൈകിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ വെള്ളം വറ്റിച്ച് വെച്ചാൽ നാളെ നമുക്ക് മീൻ പിടിക്കാം. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഏകദേശം വെള്ളം വറ്റി കിട്ടും. നമ്മൾ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. മോട്ടർ ഇതുപോലെ സ്പ്രിംഗ്ലറിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ ഗാർഡൻ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യുന്നുണ്ട്. പച്ചക്കറിയിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇവിടെയൊക്കെ സ്പ്രിംഗ്ലർ കാണിച്ചു തരാം. താഴെ നമ്മള് നെറ്റ് വെച്ചതുകൊണ്ട് മീനുകളൊന്നും പോകില്ല എന്ന് വിശ്വസിക്കാം. നമുക്ക് എന്താ വെച്ചാല് നല്ല നെറ്റാണ്, നല്ല ഫോഴ്സിലാണ് താഴേക്ക് വെള്ളം പോകുന്നത്. ഇതുപോലെ നമ്മൾ 15ഓളം സ്പ്രിംഗ്ലറുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. നമ്മൾ പച്ചക്കറിയൊക്കെ നനയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ സ്പ്രിംഗ്ലറുകൾ നമ്മളെ ഇതിപ്പോ ചീരക്കാണ് ഇപ്പൊ നനയ്ക്കുന്നത്. ഈ ചീരക്കാണ് ഈ ഭാഗത്തൊക്കെ നനച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയും വറ്റി കിട്ടും. സമയം രാത്രിയായി തുടങ്ങി. അപ്പൊ നമ്മള് കുളം വറ്റിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഈ കുളം വറ്റിച്ച് നാളെ ഇതിലെ മീനുകളെല്ലാം പിടിക്കുന്നത് നല്ല അടിപൊളി മീൻപിടുത്തമൊക്കെ നാളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്.